അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിമേഴ്സിന്റെ ഒരു അടുത്ത എപ്പിസോഡായിട്ടും അതും ഹൊറർ സർവൈവൽ സീരീസിൽ ഹൊറർ ക്രാഫ്റ്റ് എന്ന് പറയാൻ പോയിരുന്നു. ഞാൻ ഏകദേശം എല്ലാം ക്രാഫ്റ്റ് അല്ല കളിച്ച് തീർത്തിട്ട്. ഒന്ന്, ഒരു പ്രൊട്ടക്ഷൻ, നല്ല ഡ്യൂറബിലിറ്റി എന്തായാലും എന്നാ സമ്മതിച്ചു കൊടുത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് എപ്പിസോഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇതാവാൻ നോക്കാം. അതാ ബെറ്റർ കുറച്ചും കൂടി. ഏതവിടെ പോയി ഫർണേസ് കുക്കാവട്ടെ സാധനം കിടന്നു. അല്ലാണ്ട് ഫുഡൊന്നും ഇല്ലല്ലോ. ഇല്ല, 40 ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾ നൈറ്റ് വിഷൻ എന്താ ഇട്ട് നീ കളിക്കുന്നതെന്ന് ചോദിച്ചാല് കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മര്യാദ കാണാൻ പറ്റൂല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നൈറ്റ് വിഷൻ ചീച്ചി കൂടെ ഓണാക്കുന്നത്. സത്യം പറഞ്ഞ പോർഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതാക്കേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഒരു ഇതാണ്. കാരണം അല്ലാണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ. ഞാൻ ഏകദേശം കാണുന്ന യൂട്യൂബേഴ്സ് എല്ലാം നൈറ്റ് വിഷന്റെ എന്തെങ്കിലും മോഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ ഒക്കെ നോക്കി മോഡും കാര്യങ്ങളും അതൊന്നും കിട്ട് വർക്കാവുന്നില്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ലല്ലോ ഇത്. ഇന്ന് പിന്നെ മെയിൻ ആയിട്ട് പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ ഋഷികേശ് ഇല്ല, കുട്ടി പഠിക്കാൻ പോയി. അപ്പൊ അവൻ ഇന്നുണ്ടാവില്ല കളിക്ക്. ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ ആ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാം നമുക്ക് എന്തായാലും. ഇതെന്തായാലും അപ്പത്തേക്ക് സ്മെൽറ്റ് ആട്ടെ. സ്മെൽറ്റ് ആയിട്ട് ഞാൻ ആർമർ ഉണ്ടാക്കുമ്പോ കാണാം. അപ്പം ഗൈസ് സ്മെൽറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് കുറെ ക്രീപ്പറും പൊട്ടി നനയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്കിനി ആർമർ ഉണ്ടാക്കണ്ടെന്നാണ് എന്റെ ഒരു താല്പര്യം. നമുക്ക് സോഡും സാധനം ഉണ്ടാക്കാം, അതാ കുറച്ച് ബെറ്റർ. ആർമർ വെറുതെ ഉണ്ടാക്കി കളയണ്ട. ഒരു ബക്കറ്റ് വേണം, ബക്കറ്റ്. ബക്കറ്റ് ഇത് ഫസ്റ്റ് സെക്കൻഡ് തരും. വാ, നമുക്ക് എന്തായാലും പോയി. ഋഷിക്ക് നാളെ ഋഷിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, പക്ഷെ അവന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഇന്നുണ്ടാവാൻ ചാൻസ് കുറവാ അവൻ അങ്ങനെയാണെങ്കിൽ. വെള്ളം എവിടെ നിന്ന് കളക്ട് ചെയ്യുക? ഇത് എങ്ങോട്ടാ പോകുന്ന ഈ വെള്ളം? അയ്യോ, എന്ത് സാധനം കടിച്ചേ? എന്ത് സാധനം, എന്തു അത്? എന്ത് സാധനം എന്നാലും നമ്മളെ കടിച്ചേ? എനിക്ക് കത്തിക്കില്ല എന്തു വന്ന്. ഒരൊറ്റ കടിയെ കടിച്ചുകൊള്ളു, എന്റെ ജീവൻ മുഴുവൻ ഏകദേശം പോയി. അതിന്റെ ഇടയ്ക്ക് കോളും വന്നത് എനിക്ക്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് എനക്ക് തന്നെ അറിഞ്ഞൂടോ സത്യം പറഞ്ഞാൽ. ഇനി പാമ്പാണോ കടിച്ച സാധനം എന്താണെന്ന് ഒന്ന് പോയി നാം നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും നിലവിൽ കാണുന്നില്ല. എന്തോ താഴെ വീണക്ക്. ഷാർക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സ്കെൽട്ടാണ്. കുട്ടി സോംബി നിന്റെയും കൂടെ കുറവാണല്ലോ.
ഷാർക്കായിരുന്നു കേട്ടോ നമ്മളെ കടിച്ചത്. ഒരു ജീവനാക്കി കളഞ്ഞ് ഷാർക്ക് അങ്ങ്. മനസ്സിലാത്ത ഇത് തന്നെ. അയ്യോ, വാ നമുക്ക് എന്തായാലും ഇനി പോവാം. നമ്മുടെ ബെഡ് എടുത്തിട്ട് അങ്ങ് പോവാം. നമ്മളെ ഇപ്പം നോക്കുന്ന എന്തോന്ന് വെച്ചാല് എന്തോ അല്ലേ. അതെന്തോ വില്ലേജറോ? ഏ ഇതെന്താ ഇവന് സൈഡില്ലാത്ത? ഓക്കെ, ട്രേഡർ ആണ്. ഏ ഏ ഏ ഏ? ഇതെന്തല്ല 10 കിടക്കുന്ന ഇതില്. നമുക്ക് ഇവിടെ നിക്കാനും പറ്റൂല, നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് റിസോഴ്സും ഇല്ല. ഇത് വേണം കുറെ. അല്ലാണ്ട് എന്തോ വേണം തോന്നല്ലോ. ആൻഷ്യന്റ് ആൻഷ്യൻ. നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഇല്ല മക്കളെ, നമുക്ക് പോവാം. നമ്മളെന്തായാലും ഇനി ഒരു വില്ലേജോ വല്ലതും സംഘടിപ്പിക്കണം. കാരണം ഫുഡ് നമുക്ക് സെറ്റ് ആക്കണം, ഫുഡ് സെറ്റ് ആക്കണം, നമുക്കൊരു ബേസ് ഉണ്ടാക്കണം, എല്ലാം ഉണ്ട് ചെയ്യാൻ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഇനി കാണാൻ തിരിച്ച്. അപ്പം ഗായ്സ് നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ കടൽ വഴി അങ്ങ് പോയത്. നല്ലൊരു വില്ലേജ് കിട്ടി. ഞാൻ ബോട്ട് അവിടെ കിടക്കട്ടെ. ഈ വില്ലേജ് നമുക്കൊന്ന് ഫുള്ള് ലൂട്ട് ചെയ്യണം. അപ്പം ഹലോ ഗൈസ്, ഞാനപ്പൊ ഇവിടെ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. കാരണം ഇവിടെയാണ് കുറച്ച് ബെസ്റ്റ് സ്ഥലം വരുന്നത്. എനക്ക് നോക്കിയിട്ട് ഞാൻ പ്ലെയിൻസിലൊക്കെ ഇപ്പൊ പോയി. പ്ലെയിൻസ് ഒക്കെ ചെറിയ പ്ലെയിൻസാ. വില്ലേജ് ഉള്ള സ്ഥലത്തും വില്ലേജസിനെ കൊണ്ടും നമുക്ക് വലിയ ഗുണമില്ല. നമ്മൾ അങ്ങനെ ട്രേഡിങ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇവിടെ എവിടെയെങ്കിലും ആയിട്ടൊരു സ്ഥലം നോക്കിയിട്ട് ബേസ് ഉണ്ടാക്കാം. അപ്പൊ അതാണ് എന്റെ പ്ലാൻ. ഞാൻ ഇവിടെ എന്തായാലും ഒരു ബെഡ് വെച്ച് നോക്കാം നമുക്ക്. ഈ ഒരു സ്ഥലം വേണം ഫുഡ് കയറാം. ഇവിടെ ആകുമ്പോ പിക്സും കൂടുതൽ സ്പോണാവുന്ന. ഇത് താഴ്വരമാണ്. നമുക്ക് അവിടെ തന്നെ പണിയാം, ഇവിടെ തന്നെ പണിയാം ബേസ്. നമുക്കൊരു ചെറിയ ബേസ് പണിയാം ഇവിടെ ഒരു ഇത്ര സ്ഥലത്ത്. അപ്പം നമ്മളിപ്പം ബേസിന്റെ പണിയപ്പം ഇന്ന് തുടങ്ങാൻ പോവാ. ബേസിന്റെ പണി ഇന്ന് തീർക്കണം ഏകദേശം. മരം എല്ലാം മുറിച്ച് സ്ഥലം എല്ലാം ഒന്ന് സെറ്റിൽ ആക്കിയിട്ട് ബേസിന്റെ പണിയൊക്കെ തീർക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ബേസിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലാണ്ട് നമ്മൾ വീഡിയോ ലാഗാക്കുന്നില്ല. ഓക്കെ, ഫുഡെല്ലാം തീർന്നു. ബുക്ക് ചെയ്ത് അപ്പൊ അതെന്തോ സാധനം? അതോ ഫേസ്ലെസ് മാൻ അല്ലേ? കണ്ടിട്ടോ അമ്മേ? ഓ ഷിറ്റ് 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 ഷിറ്റ്. നല്ല അടിയാണല്ലോ അടിക്കുന്നത്. അവൻ പോയാ?
ഇല്ല പോയിക്കില്ല മരം കൊണ്ട്. ഓ ഓമ്പോ അവന്റെ ഫൈറ്റിംഗ് രീതി എന്ത് ഇതാ ഇത്. ആ എനക്കൊന്നും പറയാനില്ല, അവൻ ഭയങ്കര ടഫാണ്. എന്നാ ഹെൽത്ത് ബാറിന്റെ സാധനം കേറ്റിയില്ല. ഓ ഷിറ്റ് 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 ഷിറ്റ്. ഇതിന്റെ അകത്തുള്ള മോബിനൊക്കെ കൊല്ലാൻ ഭയങ്കര ടഫാണല്ലോ. ഇവനെ കണ്ടിട്ട് പക്ഷെ വലിയ ഹൊററായിട്ട് തോന്നില്ല, പക്ഷെ നല്ല ഡാമേജ് അവൻ തരുന്നേ. ഒരു മരണം ഇല്ല ഇവന്. ഞാനിവിടെ വീടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴേ കാണുന്നില്ല ഇവനെ. നീ ചാവൂലടാ മൈര. ഓ ടെക്നിക്കൊന്നും ഇവന്റെ അടുത്ത് നടക്കൂല. ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നു. ഇതിന് എത്ര ജീവനുണ്ട് ടോട്ടലി? ഇവനെ ഇങ്ങനെ തല്ലി കൊല്ലാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ടെക്നിക്ക് കണ്ടുപിടിച്ച് എന്റെ അമ്മോ. ആനിമേഷൻ കൊള്ളാം എന്തായാലും. എന്തോ സാധനം യൂസ് ടു ക്രാഫ്റ്റ് ആർമർ ആൻഡ് വെപ്പൺസ്. ഓക്കെ, ഏതോ ആർമറും സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്. അവനെ കൊന്നു കഴിഞ്ഞാല് ഏതാ അവന്റെ ആർമർ? ഇതാ 13. അത് വല്ലാത്ത പവറാണല്ലോ. 11. ശരി എന്നാ. ഞാനിവിടെ മാർക്കിംഗ് ഇട്ടോണ്ടിരിക്കായിരുന്നു വീടിന്റെ. അപ്പരവൻ വന്ന ഒരടിക്കങ്ങ്. എന്തായാലും ബാക്കി വീടിന്റെ പണി ചേട്ടാ. ഇങ്ങനത്തെ ഏതെങ്കിലും പിശാശി വരുമ്പോ നിങ്ങൾക്ക് ഇതാക്കാം. ഹലോ ഗൈസ്, ഞാന് വീടെല്ലാം പണിഞ്ഞ് തീർത്തു. ഒരു മൈനിങ്ങിനും എല്ലാം പോയി. കുറച്ച് സാൻഡും കാര്യങ്ങളെല്ലാം സ്മെൽറ്റാക്കി കുറച്ച് ഗ്ലാസ്സും ഉണ്ടാക്കി എല്ലാം പണിയും തീർത്തു. അങ്ങനെ ഒരു മിനി ബേസ് ഉണ്ടാക്കി തീർത്തു. വലിയ സംഭവം ഡെക്കറേഷൻ ഒന്നും ഇല്ല. ഇവിടെ ഒരു പരിപാടി ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ എൻചാൻറ്റിങ് ഏരിയ ആക്കാൻ നിൽക്കുക ഞാൻ. ഇത് നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം. ഞാനിപ്പൊ കുറച്ച് സാധനം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ. ഞാൻ കുറെ പിഗിനെ കൊണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടംമാതിരി പിഗ് സ്പോൺ ആവുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട് വരുന്നത്. വലിയ സുഖമൊന്നുമില്ല കാണാൻ, പക്ഷെ ഒരു മിനി അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ വീട് വരുന്ന ബേസ്. സംഭവം വലിയ രീതിക്കൊന്നും വലിയ ഇതാക്കിയിട്ടില്ല ഞാൻ. എന്തായാലും മാറ്റാനും കൂടെ വരട്ടെ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതാക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വലിയ ഫൈറ്റും കാര്യമൊന്നുമില്ല. ആകെ മറ്റേ ഫേസ്ലെസ് ടീച്ചറിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പിന്നെ സ്പോൺ ആയിക്കോട്ടെ ഒരു 3 പ്രാവശ്യം കണ്ട 3 പ്രാവശ്യം. പിന്നെ അത് ജസ്റ്റ് കോപ്പി പോലെ കാണിക്കത്തില്ല, മായിന് നമ്മൾ ആദ്യം കണ്ടത് അതുപോലെ കുറെ പ്രാവശ്യം വന്നൊക്കെ 10 പ്രാവശ്യം കണ്ടാന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ ഒന്നും എടുത്തിട്ടില്ല, സംഭവം ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ.